ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ യഹ് ദർദി ഹെ ഉസ് കിസാൻ കി എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നോക്കാം. ഘൂം ചാത്തി വായു സെ അപ്നെ ക്യാ സംജ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഘൂം ചാത്തി വായു എന്നതുകൊണ്ട് ഘൂം ചാത്തി വായു കാ അർത്ഥ रक्त को सुगलने वाले हवा है. अर्थार्थ करो गर्मी में भी किसान खेत में काम करता है. ഇതിൻ്റെ അർത്ഥം രക്തം ഉണക്കുന്ന കാറ്റ് എന്നാണ്. അതായത് കഠിനമായ വേനലിലും കർഷകൻ വെയിലിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ढेरों अन्न उपजाने के लिए किसान को किन किन का സാമന കർണ പഡ്താ ഹെ. കൂമ്പാരം കണക്കെ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി കർഷകൻ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് നേരിടേണ്ടി വരുന്നത്? ബർസാത്ത് ഓർ ധൂപ് മേ ബോല കെ ഖന്തോം പർ ജുവാ രഗ്ന പഡ്താ ഹെ. മഴയിലും വെയിലിലും കാളകളുടെ തോളിൽ നൂകം വെക്കേണ്ടി വരാറുണ്ട്. ഖഡൂർ ഗർമി മേ ബി പൈനി കുസി സെ മിട്ടി കെ അന്തർ തക് ജാക്കർ ജോത്ത് ഡാൽന പഡ്താ ഹെ. കഠിനമായ വേനലിലും കലപ്പയുടെ മൂർച്ചയുള്ള മഴ കൊണ്ട് മണ്ണിൻ്റെ ഉള്ളിൽ വരെ പോയി ഉഴുതുമറിക്കേണ്ടി വരാറുണ്ട്. ഘാത്ത് ഡാൽന പഡ്താ ഹെ. വളമിടേണ്ടി വരാറുണ്ട്. ബീജ് ഭോന പഡ്താ ഹെ. വിത്ത് വിതയ്ക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കിസാൻ കോ മിട്ടി കാ പൂർണ്ണ പാർക്കി ക്യോം കഹാ ഗയാ ഹെ. കർഷകനെ മണ്ണിൻ്റെ പൂർണ്ണ പരിശോധകൻ എന്നതുകൊണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കർഷകനെ പൂർണ്ണ പരിശോധകൻ എന്നതുകൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? എന്താണ്? കിസാൻ ഹമേഷ മിട്ടി മേ കാം കർത്താ ഹെ. खेत के लिए उपयोगी मिट्टी किसान जानता है, इसलिए किसान को മിട്ടി കാ പൂർണ്ണ പാർക്കി കഹാ ഗയാ ഹെ. കർഷകൻ എപ്പോഴും മണ്ണിൽ പണിയെടുക്കുന്നു. കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണ് കർഷകൻ അറിയാം. അതുകൊണ്ട് കർഷകനെ മണ്ണിൻ്റെ പൂർണ്ണ പരിശോധകൻ എന്ന് പറയുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. തൻകി ഗാത് മിലാന കാ മത്ലബ് ക്യാ ഹെ. തൻകി ഗാത് മിലാന എന്നതിൻ്റെ അർത്ഥം എന്താണ്? തൻകി ഗാത് മിലാന കാ മത്ലബ് ഹെ ശാരീരിക പരിശ്രമം, കഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഗേത്ത് സെ സംബന്ധ രഖ്നെ വാലി ശബ്ദ കവിത സെ പഹചാൻ കർ ലിഖേ. കൃഷിയുമായി ബന്ധമുള്ള വാക്കുകൾ കവിതയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് എഴുതാം. അതവിടെ തന്നിട്ടുണ്ട്. മിട്ടി പാസ് കുസി. ഓക്കെ, ഇനി കിസാൻ അപ്നി ജിന്ദഗി കൈസെ വ്യतीत करता है, കവിത കെ ആധാർ പർ പൂർത്തിത് കരെ. എന്താണ്? കർഷകൻ്റെ ജീവിതം എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് കവിതയുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. എന്താണ്? കിസാൻ വർഷ് ഓർ ധൂപ് മേ കാം കർത്താ ഹെ. കർഷകൻ മഴയിലും വെയിലിലും ജോലി ചെയ്യുന്നു. കിസാൻ ഭൈലോം കെ ഖന്തോ പർ ജുവാ രഗ് ദേത്താ ഹെ. എന്താണ്? കർഷകൻ കാളകളുടെ തോളിൽ നൂകം വയ്ക്കുന്നു. കിസാൻ പൈനി ഹുസി സെ ഗേത്ത് ജോത് ഡാൽത്താ ഹെ. കർഷകൻ മൂർച്ചയുള്ള മഴ കൊണ്ട് വയലിൽ ഉഴുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സംസ്ഥാ ഹെ. കർഷകൻ മണ്ണിൻ്റെ ഹൃദയം അറിയുന്നു. കിസാൻ ഗേത്ത് കെ ഘാത്ത് ഡാൽത്താ ഹെ. കർഷകൻ കൃഷിക്ക് വളമിടുന്നു. പിന്നെ കിസാൻ ജീവിത് ബേത്താ ഹെ. കർഷകൻ വിത്ത് വിതയ്ക്കുന്നു. കിസാൻ അച്ചേ ഫസൽ കാ സ്വപ്ന ദേഖ്താ ഹെ. കർഷകൻ നല്ല വിളവ് സ്വപ്നം കാണുന്നു. കിസാൻ ഗേത്ത് കെ സാത്ത് ഊർവർ ബനാത്താ ഹെ. കർഷകൻ വയലിൽ എപ്പോഴും ഫലഭൂഷ്ടമാക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. കവിതാസെ നിമ്മലിംഗ് ആശയവാലി പങ്ക്തിയോം ചുനാക്കർ ലിഖേ. കവിതയിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കിസാൻ അപ്നി ജിന്ദഗി വ്യतीत करके खेत में समृद्धि का स्वप्न देखता है. അപ്പോൾ ആ വരി ഏതാണ്? അതവിടെ ഉണ്ട്. ഖപ്പാ രഹാ ഹെ ജീവൻ അപ്പന, ഗേത്ത് രഹാ ഹെ മിട്ടി മേ സോനെ കെ സപന. ഇനി അടുത്ത നോക്കാം. കിസാൻ ഘടി മെഹനത്ത് സെ ഗേത്ത് കെ സാത്ത് ഊർവർ ബനാത്താ ഹെ ഓർ സ്വയം ജീവിത് രഹത്താ ഹെ. കർഷകൻ കഠിന പരിശ്രമം കൊണ്ട് വയലിനെ എപ്പോഴും ഫലഭൂഷ്ടമാക്കി വയ്ക്കുകയും സ്വയം ജീവിക്കുകയും ചെയ്യുന്നു. ആ വരി ഏതാ? അപ്നെ തൻകി ഘാത്ത് മിലാക്കർ മിട്ടി കോ ജീവിത് രഹത്താ ഹെ ഗുദ് ജീത്താ ഹെ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പഠോം സംജോ ഓർ ലിഖോ. വായിക്കാം, മനസ്സിലാക്കാം, എഴുതാം.
എന്താണ് ഇസ് പ്രയോഗവും പർ ധ്യാൻ ദേ. ഈ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ, എന്തൊക്കെയാണ് നോക്കാം. ചാക്കർ, ഗർജ്കർ, തപ്കർ, ബർസാർക്കർ, ഡൂക്കർ, മർക്കർ. ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് മുകളിൽ കൊടുത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ തന്നിട്ടുണ്ട്. മേ മൈദാൻ മേ ജാക്കർ ഖേൽതാ ഹൂം. ഞാൻ മൈതാനത്ത് പോയിട്ട് കളിക്കുന്നു. അപ്പം എഴുതാം. ഇനി അടുത്തത് അതവിടെ തന്നിട്ടുണ്ട്, അത് എഴുതാം. ഇനി കവിതാ കാ ആസ്വാദൻ ടിപ്പണി ലിഖിയെ എന്നാണ് കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതുക? യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി കവിത കേദാർനാഥ് അഗർവാൾ ने लिखा है. इसमें खेत में काम करने वाले किसान की महिमा का वर्णन करना है. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി കവിത കേദാർനാഥ് അഗർവാൾ എഴുതിയതാണ്. ഇതിൽ വയലിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. ഞാൻ അടുത്ത് നോക്കാം. धूप और बारिश में खेत में जाकर मिट्टी जोत कर खाद डालकर और बीज बोकर रहते किसान की है यह धरती. कवि के महत्व में मिट्टी के लिए सब कुछ छोड़कर काम करने वाला किसान का माद्र है यह धरती. വെയിലിലും മഴയിലൊക്കെ പണിയെടുത്തും മണ്ണ് ഉഴുതുമറിക്കുകയും വളമിടുകയും വിത്ത് വിതയ്ക്കുകയൊക്കെ ചെയ്യുന്ന കർഷകൻ്റെയാണ് ഈ ഭൂമി. എന്താണ് കവിയുടെ അഭിപ്രായത്തിൽ മണ്ണിന് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ജോലി ചെയ്യുന്ന എന്താണ് കർഷകൻ്റെ മാത്രമാണ് ഭൂമി. ഓക്കെ, ഇനി അടുത്ത നോക്കാം. मिट्टी का पूर्ण रूप से समझे अच्छे फसल के लिए उस सजाकर मिट्टी की महिमा जाकर मिट्टी में सोने उगलने का സ്വപ്ന ദേക്കർ ജീവിത് രഹേ കിസാൻ കി ഹേ യഹ് ധർത്തി. മണ്ണിനെ പൂർണ്ണമായി മനസ്സിലാക്കുകയും നല്ല വിളവിനായി അതിനെ ഒരുക്കുകയും മണ്ണിൻ്റെ മഹത്വം പാടുകയും മണ്ണിൽ സ്വർണം വിളയുന്നത് സ്വപ്നം കാണുകയും ചെയ്യുന്ന കർഷകൻ്റെയാണ് ഈ ഭൂമി. ഓക്കെ, ധർത്തി ഹമേഷ തൻ तोड़ काम करने वाले किसान और मिट्टी के संबंध है. किसान का महत्व हम इस कविता में देख सके. सरल शब्दों से लिखी है यह कविता ताल लय से गा भी सकता. ഭൂമിയിൽ എപ്പോഴും കഠിനമായി ജോലി ചെയ്യുന്ന കർഷകനും മണ്ണും തമ്മിലുള്ള ബന്ധവും കർഷകൻ്റെ മഹത്വവും നമുക്ക് ഈ കവിതയിൽ നിന്ന് കാണാൻ കഴിയും. ലളിതമായ പദങ്ങൾ കൊണ്ട് എഴുതി ഈ കവിത താളലയത്തോടെ പാടാനും കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. എന്താണ് നമ്മൾ ആ ഇപ്പോൾ ഇവിടെ ഒരു കുറിപ്പ് എഴുതിയില്ലേ, അതിൽ ഈ വാക്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഹാന്ന് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നെഹി എന്ന് അടയാളപ്പെടുത്താൻ. കവിതാക്ക പരിചയ ഹേ ഹാം അല്ലേ, കവിക പരിചയ ഹേ, കവിതാക്ക ആശയ ഹേ, കവിതാക്കി വിശേഷതാവോं का उल्लेख ഹേ. പിന്നെന്താണ് ജൈസെ ദുഃഖാന്ത് ശബ്ദ് അപ്പന മത് ലിഖ ഹേ, അതിലൊക്കെ ഹാം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? കർഷക് ദിവസ് പർ ആപ്കെ വിദ്യാലയ മേ ജാഥ നിക്കാലാ ജാ രഹാ ഹേ, പ്ലക്കാർഡ് കെ ലിയേ സന്ദേശ് വാക്യ ലിഖിയെ. കർഷക ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്, പ്ലക്കാർഡിലേക്കുള്ള സന്ദേശവാക്യങ്ങൾ എഴുതാൻ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എഴുതാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. എന്താണ്? സഫലതയ്ക്ക് ലിയേ പരിശ്രമം കി ആവശ്യകത ഹേ, നിമ്നലിഖിത ബിന്ദുവോं पर ചർച്ച करे और ലേഖ ലിഖേ. വിജയത്തിനായി പരിശ്രമം ആവശ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ലേഖനം തയ്യാറാക്കാം. അപ്പോൾ താഴെ കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തെ എന്താണ്? ജീവിതത്തിൽ വിജയം നേടുക, തോൽവിയും ക്ഷീണത്തെയും നേരിടുക. പിന്നെ എന്താ പറഞ്ഞാൽ? പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, പരിശ്രമത്തിൻ്റെ മഹത്വം തിരിച്ചറിയുക, സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൽ പരിശ്രമത്തിൻ്റെ പങ്ക്. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ലേഖനം ഉണ്ടാക്കണം. അപ്പം നമുക്ക് നോക്കാം. എന്താണ് ആദ്യ ഒരു ഹെഡിങ്? എന്താണ്? സഫലതാ കെ ലിയേ പരിശ്രമം കി ആവശ്യകത ഹേ.
अनिरा हमारा जीवन हमेशा एक जैसे नहीं, जीवन में उन्नति अवन्नति विजय पराजय सुख दुख आदि आता है। संघर्ष भरे जीवन में सफलता के लिए हमें कठिन परिश्रम करना चाहिए। जीवन के सभी संघर्ष का सामना करने हम आगे बढ़े तो ज़रूर हम सफल होंगे। परिश्रम करने के बाद उसका फल मिलते व्यक्त हमारा मन तृप्त हो जागेगा പിന്നെന്താണ് जाएगा। പിന്നെ समाज और देश में विकास के लिए परिश्रम का ആയോധൻ ബഹുത്ത് അധിക് ഹെ. നമ്മുടെ ജീവിതം എപ്പോഴും എന്താ ഒരുപോലെയല്ല, ജീവിതത്തിൽ എന്താ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സുഖദുഃഖങ്ങൾ തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ വിജയത്തിനായി നാം കഠിനാധ്വാനം ചെയ്യണം അല്ലേ. പിന്നെ ജീവിതത്തിൽ സകല പ്രശ്നങ്ങളും നേരിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നാം വിജയിക്കും. പരിശ്രമത്തിന് ശേഷം അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് സംതൃപ്തമാകും. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിന് വേണ്ടി പരിശ്രമത്തിൻ്റെ പങ്ക് വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പ്രയോഗങ്ങൾ ഇതിൽ പ്രയോഗിച്ചു എന്നുള്ളത് ടിക്ക് ചെയ്യുക കേട്ടോ. ഇത്രയാണ് ക്ലാസ്. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.